ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കുന്നു. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 10. 9-ാം തീയതി വരെ വർക്ക് ചെയ്തതിന്റെ റിപ്പോർട്ടുമായിട്ട് അവർ വർക്ക് ചെയ്തതാണ്. അതിന് റിപ്പോർട്ട് കൊടുക്കണം, എങ്കിലേ അവർക്ക് കാശ് കിട്ടുള്ളൂ. ആ റിപ്പോർട്ടുമായിട്ട് അതാത് സെന്ററുകൾ ചെല്ലുമ്പോൾ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾ അത് ഇപ്പോൾ സ്വീകരിക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവർ തിരിച്ചു പോയപ്പോൾ പിന്നെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമരത്തെ ന്യായമായ രീതിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ സമീപിക്കുന്നതിന് പകരം വളരെ പ്രാകൃതമായ രീതിയിൽ പഴയ കാലത്തെ സമീപനമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്നുണ്ടാവുന്ന തികച്ചും വലതുപക്ഷവും തികച്ചും തൊഴിലാളി വിരുദ്ധവും തികച്ചും ജനാധിപത്യ വിരുദ്ധവുമായ ഈ രീതിയിൽ അതിൻ്റെ മുമ്പിൽ ഈ സമരം മുട്ടുമടക്കാൻ തയ്യാറല്ല. കേരളത്തിലെ ഞങ്ങളുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ളത് ഇന്ന് കേരളത്തിലെ 26,125 ആശമാരുടെയും ആശാ കേന്ദ്രമായ, അവരുടെ ഒരേ ഒരു അഭയ കേന്ദ്രമായ യൂണിയനായി മാറിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ്, കേരളത്തിലെ മുഴുവൻ ആശമാരും ഈ സമരത്തോടൊപ്പമാണ്. കേരളത്തിലെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും, പ്രത്യേകിച്ചും പണിയെടുക്കുന്ന സ്ത്രീകൾ ഒന്നടങ്കം ഈ സമരത്തോടൊപ്പമാണ്. ജനാധിപത്യ വിശ്വാസികളും മറ്റു മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഈ സമരത്തോടൊപ്പമാണ്. കേരളത്തിലെ ചിന്തിക്കുന്ന ബുദ്ധിജീവികളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും നടന്മാരും നടികളും എന്ന് വേണ്ട അത്തരത്തിലുള്ള മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പമാണ്. അതിനേക്കാൾ ഉപരി കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ഒന്നടങ്കം ഈ സമരത്തെ വിജയിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സമരം നിർത്തി പോകാൻ കഴിയില്ല. നിങ്ങൾക്കറിയാവുന്നതാണ് എങ്ങനെ ഞങ്ങൾക്ക് പുറകോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് സമരവുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമരത്തിൻ്റെ ഒരു അടുത്ത ഇവിടെ നടക്കുന്ന നമ്മളുടെ രാപ്പകൽ സമരം അതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, രാവും പകലുമാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടുത്തെ പകലുള്ള കൊടും ചൂട് നിങ്ങൾക്കറിയാം. വൈകുന്നേരം ആവുമ്പോൾ നടത്തുന്ന, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളായി നടത്തിയിരിക്കുന്ന മഴ, ആ മഴയത്ത് കോരിച്ചെരിയുന്ന മഴയാണ് ഉണ്ടായിരിക്കുന്നത്, വേനൽ മഴ. ആ മഴയത്ത് ഒരു ടാർപ്പാളിൻ വലിച്ചു കെട്ടാൻ പോലും പോലീസ് സമ്മതിച്ചില്ല. ഇവിടുത്തെ ഈ കിടക്കുന്ന സ്ത്രീകൾ ആ ടാർപ്പാളിനെ ഒന്ന് പിടിച്ച് കെട്ടാൻ ശ്രമിച്ചപ്പോൾ അവരെ വലിച്ചു താഴ്ത്തിട്ടു. ഒടുക്കം അത് തലയ്ക്ക് മീതെ വെച്ചിട്ടാണ് അവർ നിന്നത്. എന്തിനേ ഒരു സമരത്തോട് ഇത്രമാത്രം ക്രൂരമായ ഒരു സമീപനം എടുക്കണം? ഈ നാട്ടിൽ സമരം നടക്കാത്തതാണോ? എന്തെന്ത് തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്ന നാടാണത്? ഇവിടുത്തെ അസംബ്ലിയിൽ പോലും ഏത് തരത്തിലുള്ള കോലാഹലങ്ങളും സമരങ്ങളുമാണ് ഇവർ നടത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. അവരാണ് അധികാരത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ വളരെ സമാധാനപരമായി സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരത്തിൽ മഴ പെയ്യുമ്പോൾ ഒരു ടാർപ്പാളിൻ കെട്ടാൻ പോലുള്ള അനുമതി കൊടുക്കാതെ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശയകരമാണ്. ലോകം ഉറ്റുനോക്കുകയാണ്. ഇടതുപക്ഷം എന്ന വാക്കുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. കമ്മ്യൂണിസവും ഇടതുപക്ഷ രീതിയും മാർക്സിസവും ഒന്നും വാക്കുകളിലല്ല ഉണ്ടാവേണ്ടത്, പ്രവൃത്തിയിലാണ്. പ്രവൃത്തി ഏറ്റവും തെളിയിക്കുന്നത് സമരമുഖത്താണ്. ഒരു സമരത്തോടുള്ള സമീപനത്തെയാണ് ഇടതുപക്ഷം വ്യവച്ഛേദിക്കുന്നത്. അതിലൂടെയാണ് മനസ്സിലാവുന്നത് അത് ഇടതുപക്ഷമാണോ അല്ലയോ എന്നുള്ളത്. അതിൻ്റെ ഉരകല്ല് ഒരു സമരത്തോടുള്ള സമീപനമാണ്. അതാണ് ശരിയെങ്കിൽ, ഞങ്ങൾ മനസ്സിലാക്കുന്ന അതാണ് എങ്കിൽ ഈ കാണിക്കുന്നത് ഇടതുപക്ഷ സ്വഭാവമേ അല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് സമരം ശക്തിപ്പെടുത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അടുത്ത ഘട്ടം എന്ന നിലയിൽ നിങ്ങളേവരെയും അറിയിക്കുന്നത്, ഞങ്ങൾ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിലേക്ക് പോവുകയാണ്. വരുന്ന 17-ാം തീയതി മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് കേരളത്തിലെ 26,125 ആശമാരും ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. അത്തരമുള്ള ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന ഒരു നിയമലംഘന സമരം തന്നെയാണ്. എല്ലാവർക്കും അറിയാം, ഉപരോധം ഒരു നിയമലംഘന സമരം. പക്ഷെ ഞങ്ങൾ സമാധാനപരമായ നിയമലംഘനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ 17-ാം തീയതി കേരളത്തിലെ ആശാ വർക്കർമാർ ഈ ഡിമാൻഡ് നേടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുക. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ നിങ്ങളേവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, ഇതിനകം ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്ന മുഴുവൻ സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒപ്പം ഇനിയും ഈ പിന്തുണ വർദ്ധിക്കുമെന്നും ഉറപ്പാണ്. ഇടതുപക്ഷ വിശ്വാസികളായ
ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന, അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള നിരവധി വർഗ ബഹുജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന, ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ വിശ്വാസികളും ഈ ഗവൺമെന്റിനോട് ആഭിമുഖ്യം പുലർത്തുന്ന അവരും ഈ സമരത്തോടൊപ്പം ആയിരിക്കും. അവർ ഇനിയും മുന്നോട്ട് വരും. ധൈര്യമായിട്ട് തന്നെ പിന്തുണച്ചുകൊണ്ട് മുമ്പോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും അവരുടെ എല്ലാം പിന്തുണയോടുകൂടി ഈ 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം കേരളത്തിലെ ആശാ വർക്കർമാർ നടത്തും.